ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയതും സങ്കീർണവുമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. 100 വർഷത്തിലേറെ നീണ്ട പോരാട്ടം, പരാജയപ്പെട്ട സമാധാന ചർച്ചകൾ, ഭൂമി, സ്വത്വം, മതം എന്നിവയെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായ വിശ്വാസങ്ങൾ, ഒരു രാഷ്ട്ര നിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംഘർഷം വളരെ ആഴമേറിയതും പരിഹരിക്കാൻ പ്രയാസമുള്ളതുമാണ്. ഈ വീഡിയോയിൽ ആരുടെയും പക്ഷം ചേരാതെ സംഘർഷം എങ്ങനെ ആരംഭിച്ചുവെന്ന് വിശദീകരിക്കുന്നു. വർഷങ്ങളായി നടന്ന പ്രധാന സംഭവങ്ങൾ, ഇന്നത്തെ സാഹചര്യം, ഇസ്രയേലിന്റെയും പാലസ്തീന്റെയും കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു. ആധുനിക സംഘർഷത്തിന് മുമ്പ് നൂറുകണക്കിന് വർഷങ്ങളായി പാലസ്തീൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. വിവിധ വംശീയ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ താമസിച്ചിരുന്നു. കൂടുതലും മുസ്ലിം അറബികൾ, പിന്നെ ചില ജൂതന്മാരും ക്രിസ്ത്യാനികളും. അക്കാലത്ത് ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ പാലസ്തീൻ എന്ന് വിളിപ്പെടുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. അത് ഓട്ടോമന്മാരുടെ കീഴിലുള്ള ഒരു പ്രദേശം മാത്രമായിരുന്നു. 1800കളുടെ അവസാനത്തിൽ രണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ജൂത ജനതയ്ക്കിടയിലെ സിയോണിസവും അറബികൾക്കിടയിലെ അറബ് ദേശീയതയും. തിയഡോർ ഹെർസലിനെ പോലെയുള്ള രുടെ നേതൃത്വത്തിലുള്ള സയണിസം വർഷങ്ങളായി യഹൂദന്മാരോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പ്രതികരണമായിരുന്നു. യഹൂദർക്ക് സുരക്ഷിതമായ ഒരു മാതൃഭൂമി സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനുള്ള ഏറ്റവും നല്ല സ്ഥലം ജൂത ജനതയുടെ ചരിത്രഭൂമിയായ പാലസ്തീൻ ആണെന്ന് വിശ്വസിച്ചു. അതേസമയം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും പിന്നീട് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അറബികൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതിനാൽ പാലസ്തീൻ ഉൾപ്പെടെ എല്ലാ അറബ് ജനതയ്ക്കും സ്വയംഭരണം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അറബ് ദേശീയത വളരുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധകാലത്തും അതിനുശേഷവും മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ വളരെയധികം മാറി. ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും അതിന്റെ ഭൂമി വിജയികളായ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടനും ഫ്രാൻസും ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുകയും പാലസ്തീൻ ബ്രിട്ടന്റെ ഭരണത്തിന് കീഴിൽ വരികയും ചെയ്തു. 1917 ബാൽഫോർ പ്രഖ്യാപനമായിരുന്നു ഒരു പ്രധാന സംഭവം. അവിടെ പാലസ്തീനിൽ ഒരു ജൂത ജന്മദേശം സൃഷ്ടിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞു. ഇത് സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ വിജയമായി കാണപ്പെട്ടു. എന്നാൽ ബ്രിട്ടൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തതായി കരുതിയ അറബികളെ ഇത് അസ്വസ്ഥരാക്കി. ബ്രിട്ടന്റെ അവ്യക്തമായ നയങ്ങൾ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളിലേക്ക് നയിച്ചു. ഒരു വശത്ത് അവർ ജൂതന്മാർക്ക് ഒരു മാതൃഭൂമി വാഗ്ദാനം ചെയ്തു, മറുവശത്ത് അവർ അറബികളോട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ബ്രിട്ടൻ വ്യക്തമായ ഒരു രാഷ്ട്രീയ പദ്ധതി നൽകിയില്ല. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി. 1920 മുതൽ 1947 വരെ പല യഹൂദരും പാലസ്തീനിലേക്ക് കുടിയേറി. പ്രത്യേകിച്ചും യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന വിവേചനം കാരണം. നാസി ജർമ്മനിയുടെ ഉദയത്തോടെ ഇത് കൂടുതൽ വഷളായി. പീഡനത്തിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ജൂത അഭയാർത്ഥികൾ പലസ്തീനിൽ സ്ഥിരതാമസമാക്കുകയും സമ്പന്നരായവർ ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി വാങ്ങുകയും ചെയ്തു. കൂടുതൽ ജൂതന്മാർ എത്തിയതോടെ അവരും പ്രാദേശിക അറബ് ജനതയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു. 1930കളോടെ ഈ സംഘർഷങ്ങൾ അക്രമാസക്തമായി. വർദ്ധിച്ചു വരുന്ന ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഒടുവിൽ തങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അറബ് നേതാക്കൾ ഭയപ്പെട്ടു. ഇത് 1936 തൊട്ട് 39 അറബ് കലാപത്തിലേക്ക് നയിച്ചു. അവിടെ അറബികൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിനും ജൂത കുടിയേറ്റത്തിനുമെതിരെ പ്രതിഷേധം ഉയർത്തി. കലാപത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചില ഇളവുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ പ്രതികരിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അവർ പാടുപെട്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ 6 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയ ഹോളോകോസ്റ്റ് ഒരു ജൂത രാഷ്ട്രത്തിനായുള്ള നീക്കത്തെ ആഴത്തിൽ പിന്തുണച്ചു. ഹോളോകോസ്റ്റിന്റെ ഭയാനകമായ സംഭവങ്ങൾ യഹൂദർക്ക് സുരക്ഷിതമായ ഒരു മാതൃഭൂമി ആവശ്യമാണെന്ന് ലോകമെമ്പാടുമുള്ള പലരെയും ബോധ്യപ്പെടുത്തി. ഇത് ഇസ്രായേൽ സൃഷ്ടിക്കുന്നതിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചു. യുദ്ധത്തിന് ശേഷം ജൂതന്മാരും അറബികളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ബ്രിട്ടൻ പാലസ്തീൻ വിടാൻ തീരുമാനിച്ചു. അവർ പ്രശ്നം പുതുതായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറി. 1947 ഐക്യരാഷ്ട്രസഭ പാലസ്തീനെ 2 ഭാഗങ്ങളായി വിഭജിക്കാൻ നിർദ്ദേശിച്ചു. ഒന്ന് ജൂതന്മാർക്കും ഒന്ന് അറബികൾക്കും. പദ്ധതി പ്രകാരം ജൂതന്മാർക്ക് 55% ഭൂമിയും അറബികൾക്ക് 45% ഭൂമിയും ലഭിക്കും. യഹൂദർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രാധാന്യമുള്ളതിനാൽ ജെറുസലേം UN നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക അന്താരാഷ്ട്ര നഗരമാകണമെന്ന് നിർദ്ദേശം ഉയർന്നു. ജൂത സമൂഹം പദ്ധതി അംഗീകരിച്ചുവെങ്കിലും അറബികൾ അത് അംഗീകരിച്ചില്ല. തങ്ങൾ ജനസംഖ്യയുടെ ഭൂരിപക്ഷമായതിനാൽ പദ്ധതി അന്യായമാണെന്ന് അറബികൾ സംശയിച്ചു. 1948 മെയ് 14 സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഡേവിഡ് ബെൻ ഗുരിയോൺ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ അയൽരാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലബനൻ, ഇറാഖ് ഇസ്രയേലിനെ ആക്രമിക്കുകയും ഇത് ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എണ്ണത്തിൽ കുറവാണെങ്കിലും ഇസ്രയേലിന്റെ സൈന്യം കൂടുതൽ സംഘടിതമാകുകയും അവരുടെ പുതിയ രാഷ്ട്രത്തെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്തു. 1949 യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇസ്രായേൽ അതിജീവിക്കുക മാത്രമല്ല UN ആദ്യം നിർദ്ദേശിച്ചതിനപ്പുറം അതിർത്തികൾ വിപുലീകരിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ അപ്പോൾ 78% ഭൂമി നിയന്ത്രിച്ചപ്പോൾ വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ് എന്നിവ ജോർദാനും ഈജിപ്തും പിടിച്ചെടുത്തു. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം 1948 നഗ്ബ അല്ലെങ്കിൽ മഹാദുരന്തം എന്നാണ് ഓർമ്മിക്കപ്പെടുന്നത്. യുദ്ധസമയം ഏകദേശം 7 ലക്ഷം പലസ്തീൻ അറബികൾ പലായനം ചെയ്യാനോ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടാനോ നിർബന്ധിതരായി.
അവർ അഭയാർത്ഥികളായി ഒന്നുകിൽ അയൽ അറബ് രാജ്യങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും എത്തുകയോ ചെയ്തു. ഈ അഭയാർത്ഥികളുടെ നിരവധി പിൻഗാമികൾ ഇപ്പോഴും ക്യാമ്പുകളിൽ താമസിക്കുകയും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള അവകാശം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ അഭയാർത്ഥി പ്രതിസന്ധി സംഘർഷത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊന്നായി തുടരുന്നു. 1948 ശേഷം ഇസ്രയേലും അറബ് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉയർന്ന നിലയിലായിരുന്നു. 1956 ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെ ഇസ്രയേൽ സൂയസ് കനാലിലൂടെ ഈജിപ്ത് ആക്രമിച്ചു. ഇസ്രയേലിന്റെ സൈനിക നടപടി വിജയിച്ചെങ്കിലും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും സമ്മർദ്ദം അവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി. അറബ് രാജ്യങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെയും ഭീഷണികളെയും തുടർന്ന് ഇസ്രയേൽ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി. വെറും 6 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഗാസ മുൻപ്, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, സിനായ് ഉപദ്വീപ്, ഗോലാൻ കുന്നുകൾ. ഈ പിടിച്ചെടുക്കൽ എല്ലാം മാറ്റിമറിച്ചു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സൈനിക വിജയമായിരുന്നു. എന്നാൽ പാലസ്തീനികൾക്ക് അത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രയേൽ അധിനിവേശത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തി. കിഴക്കൻ ജെറുസലേം പ്രത്യേകിച്ചും വിവാദപരമാണ്. പാലസ്തീൻ തങ്ങളുടെ ഭാവി രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി ഇതിനെ ആഗ്രഹിക്കുമ്പോൾ ഇസ്രയേൽ അതിനെ അവിഭാജ്യ തലസ്ഥാനമായി അവകാശപ്പെടുന്നു. 1973 ഈജിപ്തും സിറിയയും യോം കിപ്പൂർ എന്ന ജൂത അവധിക്കാലത്ത് ആക്രമണം നടത്തി ഇസ്രയേലിനെ ഞെട്ടിച്ചു. തുടക്കത്തിൽ ഇസ്രയേൽ പ്രതിരോധത്തിലായെങ്കിലും ഒടുവിൽ അവർ തിരിച്ചടിക്കുകയും തങ്ങളുടെ പ്രദേശം ചെറുതായി വിപുലീകരിക്കുകയും ചെയ്തു. യുദ്ധം ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 20 വർഷത്തെ ഇസ്രയേൽ അധിനിവേശത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും നിരാശകൾ 1987 ആദ്യത്തെ ഇൻതിഫാദ അല്ലെങ്കിൽ കലാപത്തിലേക്ക് നയിച്ചു. പ്രതിഷേധങ്ങൾ, സിവിൽ നിസ്സഹകരണം, പാലസ്തീൻ സിവിലിയന്മാരും ഇസ്രയേൽ സേനയും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ എന്നിവ ഇത് അടയാളപ്പെടുത്തി. ഇൻതിഫാദ സംഘർഷം പരിഹരിക്കാൻ കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. ഇത് ഒടുവിൽ 1990കളിൽ ഓസ്ലോ ഉടമ്പടിയിൽ കലാശിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ഈസാക് റാബിനും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായ യാസർ അറഫത്തും തമ്മിൽ ഉണ്ടാക്കിയ ഈ കരാറുകൾ ഇരുപക്ഷവും പരസ്പരം അവകാശങ്ങൾ അംഗീകരിക്കുന്ന ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള പാത സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഓസ്ലോ ഉടമ്പടികൾ 93ലെയും 95ലെയും സമാധാനം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ശ്രമങ്ങളായിരുന്നു. വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി അവർ പാലസ്തീൻ അതോറിറ്റി സ്ഥാപിക്കുകയും അതിർത്തികൾ, ജെറുസലേമിന്റെ പദവി, പാലസ്തീൻ അഭയാർത്ഥികൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ഭാവി ചർച്ചകൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ സമാധാന പ്രക്രിയ നടന്നില്ല. ഇരുഭാഗത്തുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ കരാറുകളെ എതിർത്തു. 1995 ഇത്സാക് റാബിൻ ഒരു വലതുപക്ഷ ഇസ്രായേലി തീവ്രവാദിയാൽ വധിക്കപ്പെടുകയും സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനായി ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുകയും ചെയ്തു. 2000 സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നതിനു ശേഷം രണ്ടാം ഇൻതിഫാദ ആരംഭിച്ചു. അത് ആദ്യത്തേതിനേക്കാൾ വളരെ അക്രമാസക്തമായിരുന്നു. ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പുണ്യസ്ഥലമായ ടെമ്പിൾ മൗണ്ടിൽ ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാരോന്റെ സന്ദർശനമാണ് ഈ പ്രക്ഷോഭത്തിന് കാരണമായത്. രണ്ടാമത്തെ ഇൻതിഫാദയിൽ ആക്രമണങ്ങൾ, ഇസ്രയേലിന്റെ സൈനിക നടപടികൾ, വ്യാപകമായ അക്രമം എന്നിവ ഉൾപ്പെടുന്നു. ഇത് ആയിരക്കണക്കിന് മനുഷ്യരുടെ നാശത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം ഇരുവശത്തുമുള്ള മനോഭാവങ്ങളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഒരു സെപ്പറേഷൻ ബാരിയർ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ സായുധ ചെറുത്തുനിൽപ്പിന്റെ നേതാവായി സ്വയം അവതരിപ്പിച്ച് ഹമാസ് രാഷ്ട്രീയ ശക്തിയിൽ വളർന്നു. 2005 ഗാസ വിഘടന പദ്ധതി എന്ന പേരിൽ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേൽ തങ്ങളുടെ വാസസ്ഥലങ്ങളും സൈന്യവും പിൻവലിച്ചു. എന്നിരുന്നാലും ഇത് സമാധാനം കൊണ്ടുവന്നില്ല. പകരം 2006 പാലസ്തീൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഹമാസ് രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചു. ഇത് പാലസ്തീൻ ഭരണത്തിൽ ഒരു വിഭജനത്തിലേക്ക് നയിച്ചു. ഫത്ത വെസ്റ്റ് ബാങ്ക് നിയന്ത്രിച്ചപ്പോൾ ഹമാസ് ഗാസ നിയന്ത്രിച്ചു. 2008, 2009, 2012, 2014, 2021 എന്നീ വർഷങ്ങളിൽ ഹമാസിന്റെ ഗാസ നിയന്ത്രണം ഇസ്രയേലുകളുമായി സൈനിക സംഘർഷങ്ങൾക്ക് കാരണമായി. ഈ സംഘർഷങ്ങൾ നിരവധി സിവിലിയൻ മരണങ്ങൾക്കും ഗാസയിൽ നാശത്തിനും കാരണമാവുകയും പ്രദേശത്ത് ഇസ്രയേൽ ഉപരോധം കർശനമാക്കുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ നടന്ന ചർച്ചകൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യത ഒട്ടും തന്നെ ഉയർത്തിയില്ല. US എംബസി ജെറുസലേമിലേക്ക് മാറ്റുകയും ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ നിയന്ത്രണം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ട്രംപ് ഭരണകൂടം ശക്തമായ ഇസ്രയേൽ അനുകൂല സമീപനം സ്വീകരിച്ചു. 2020 അബ്രഹാം ഉടമ്പടികൾ UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ നിരവധി അറബ് രാജ്യങ്ങളുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇസ്രയേലിനെ അനുവദിച്ചു. ഇതൊരു നയതന്ത്ര വിജയമായി കാണപ്പെട്ടെങ്കിലും ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനാൽ പല പാലസ്തീനുകളും ഇതിനെ വഞ്ചനയായി കണ്ടു. ഹമാസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രയേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഗാസ ഉപരോധം അവിടെ താമസിക്കുന്ന 2 ദശലക്ഷം പലസ്തീനികൾക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ഉയർന്ന തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാജയം എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ മാനുഷിക സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു. ജെറുസലേമിന്റെ പദവി ഏറ്റവും വിവാദപരമായ വിഷയങ്ങളിൽ ഒന്നാണ്. ജെറുസലേം മുഴുവൻ തങ്ങളുടെ തലസ്ഥാനമായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. അതേസമയം പലസ്തീനികൾ കിഴക്കൻ ജെറുസലേമിനെ അവരുടെ ഭാവി രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി ആഗ്രഹിക്കുന്നു. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഇസ്രയേൽ വാസസ്ഥലങ്ങളുടെ വിപുലീകരണം സമാധാന ശ്രമങ്ങൾക്ക്
സങ്കീർണമാക്കുന്നു. കാരണം നിരവധി ഇസ്രയേലി കുടിയേറ്റക്കാരുടെ സാന്നിധ്യം ഒരു തുടർച്ചയായ പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഉൾപ്പെടുന്ന സമീപകാല സംഭവങ്ങളും ഹിസ്ബുള്ളയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ആഗോള ശ്രദ്ധ ആകർഷിച്ചു. 2023 ഓഗസ്റ്റ് 7 ഹമാസ് ഇസ്രയേലിന് നേരെ വലിയ തോതിലുള്ളതും മാരകവുമായ ആക്രമണം ആരംഭിച്ചു. ഇത് ദീർഘകാലമായി തുടരുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഗുരുതരമായ വർധനവ് രേഖപ്പെടുത്തി. 1948 സ്ഥാപിതമായതിനു ശേഷം ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായി ഈ സംഭവം കണക്കാക്കപ്പെടുന്നു. അതിന്റെ ഫലമായി ഏകദേശം 1200 ഇസ്രയേലി മരണങ്ങൾ സംഭവിച്ചു, പ്രധാനമായും സാധാരണക്കാർക്കിടയിൽ. ആക്രമണം ഒന്നിലധികം ഘട്ടങ്ങളായി നടന്നു. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേൽ പ്രദേശത്തേക്ക് വ്യാപകമായ റോക്കറ്റ് ആക്രമണത്തോടെയാണ് ഹമാസ് ആരംഭിച്ചത്. അതേസമയം ഗാസ അതിർത്തിക്ക് അടുത്തുള്ള കമ്മ്യൂണിറ്റികളിലെ സാധാരണക്കാരെ ലക്ഷ്യമാക്കി നൂറുകണക്കിന് തീവ്രവാദികൾ തെക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി. വളരെ ദാരുണമായ ഒരു സംഭവം നടന്നു. ഒരു സംഗീതമേളയിൽ നുഴഞ്ഞു കയറി തീവ്രവാദികൾ അവിടെ പങ്കെടുത്ത നിരവധി പേരെ കൊന്നു. സിവിലിയന്മാരും സൈനികരും ഉൾപ്പെടെ 250ഓളം ബന്ദികളെ തീവ്രവാദികൾ പിടികൂടി ഗാസയിലേക്ക് തിരികെ കൊണ്ടുപോയി. ഇത് ഇസ്രയേലിന്റെ സൈനിക നയതന്ത്ര പ്രതികരണങ്ങളെ സങ്കീർണമാക്കി. പ്രതികാരമായി ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഗാസയിൽ വിപുലമായ വ്യോമാക്രമണം നടത്തുകയും തുടർന്ന് ഹമാസിന്റെ സൈനിക ശേഷികൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു അധിനിവേശം നടത്തുകയും ചെയ്തു. ഈ സംഘർഷത്തിന്റെ ഫലമായി 10,000കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് ഗാസയിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിലെ പ്രചോദനങ്ങൾ ബഹുമുഖമാണെന്ന് തോന്നുന്നു. പലസ്തീൻ നേതൃത്വത്തെ ഒഴിവാക്കിയ ഇസ്രയേൽ, സൗദി അറേബ്യ, അമേരിക്ക എന്നിവ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് മറുപടിയായാണ് ആക്രമണം. ഹമാസ് ഇത് അവരുടെ ലക്ഷ്യത്തിന് ഭീഷണിയായി കണ്ടു. രാഷ്ട്രീയ അസ്ഥിരതയും സൈനിക തയ്യാറെടുപ്പില്ലായ്മയും കാരണം ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയിലെ ബലഹീനതകളോടുള്ള പ്രതികരണമായും ഈ സമയം കാണപ്പെട്ടു. 2024 സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിലും സിറിയയിലും ഉടനീളം ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഹാൻഡ് ഹെൽഡ് പേജറുകളും വാക്കി ടോക്കികളും ലക്ഷ്യമിട്ട് ഏകോപിത സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര നടന്നു. ആക്രമണങ്ങളിൽ സാധാരണക്കാരും ഹിസ്ബുള്ള അംഗങ്ങളും ഉൾപ്പെടെ 42 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദാണ് ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതെന്ന് വെളിപ്പെടുത്തി. മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള വാങ്ങിയ ഉപകരണങ്ങളിൽ വസ്തുക്കൾ ഉൾപ്പെടുത്തി അവർ ഹിസ്ബുള്ളയുടെ വിതരണ ശൃംഖലയിലേക്ക് നുഴഞ്ഞു കയറി. 2 തരംഗങ്ങളിലായാണ് നടന്നത്. സെപ്റ്റംബർ 17 ആദ്യ തരംഗം പേജറുകളെ ലക്ഷ്യമാക്കി. രണ്ടാം തരംഗം അടുത്ത ദിവസം വാക്കി ടോക്കുകളെ ലക്ഷ്യമിട്ടു. ഹിസ്ബുള്ളയുമായുള്ള വിശാലമായ സംഘർഷത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് സൂചന നൽകി. മറുപടിയായി ഹിസ്ബുള്ള പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും വടക്കൻ ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയും സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയ്ക്ക് കാര്യമായ സുരക്ഷാലംഘനമായി അടയാളപ്പെടുത്തി. അതിന്റെ നേതൃത്വം സാഹചര്യത്തിന്റെ ഗൗരവം അംഗീകരിച്ചു. ഈ സംഭവം നിയമസാധുതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തി. അത്തരം തന്ത്രങ്ങളെ യുദ്ധക്കുറ്റങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് തരംതിരിക്കാമോ എന്ന് ചില വിദഗ്ധർ ചോദ്യം ചെയ്തു. 2 സംഭവങ്ങളും ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ അസ്ഥിരവും പരസ്പര ബന്ധിതവുമായ സ്വഭാവത്തിനും ഹിസ്ബുള്ള ഉൾപ്പെടുന്ന വിശാലമായ പ്രാദേശിക ചലനാത്മകതയ്ക്കും അടിവരയിടുന്നു. സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുവശത്തുമുള്ള സാധാരണക്കാർക്കുണ്ടാകുന്ന മാനുഷിക പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. ഇത് മേഖലയിലെ സമാധാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അടിയന്തര ചോദ്യങ്ങൾ ഉയർത്തുന്നു. 2024 സെപ്റ്റംബറിൽ ബെയ്റൂത്തിലെ ബങ്കറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നേതാവായ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബറിൽ ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത്. വർഷങ്ങളോളം ഹിസ്ബുള്ളയുടെ സൈനിക രാഷ്ട്രീയ തന്ത്രങ്ങളെ സ്വാധീനിച്ച നസ്രല്ല അതിന്റെ പ്രധാന നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ലെബനനിലും വിശാലമായ പ്രദേശത്തും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി. ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അതിന്റെ ഫലമായി ഇസ്രയേലുമായി കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകൾ നടന്നു. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനും പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും പ്രദേശത്ത് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നസ്രല്ലയുടെ മരണം ഒരു സുപ്രധാന വഴിത്തിരിവായി കാണപ്പെടുന്നു. ഹിസ്ബുള്ള എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പലരും നിരീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ഹാഷിം സഫീദിന്റെ നേതൃത്വത്തിൽ. ഇസ്രയേൽ സംഘർഷം ഒരു നൂറ്റാണ്ടിലേറെയായി തുടർന്ന സങ്കീർണവും ദീർഘകാലവുമായ ഒരു പ്രശ്നമാണ്. ഭൂമിയും ദേശീയ സ്വത്തും മതപരമായ പ്രാധാന്യം എന്നിവയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് പരിഹരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഘട്ടനങ്ങളിൽ ഒന്നായി മാറുന്നു. സമാധാനം കൈവരിക്കുന്നതിനായി നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിർത്തികൾ, അഭയാർത്ഥികളുടെ അവകാശങ്ങൾ, ജെറുസലേമിന്റെ പദവി, സുരക്ഷാ ആശങ്കകൾ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നു. 2024 കണക്കുകൾ അനുസരിച്ച് സ്ഥിതി ഇപ്പോഴും വളരെ ദുർബലമാണ്. അന്താരാഷ്ട്ര നയതന്ത്രത്തിലൂടെയും പ്രാദേശിക സഹകരണത്തിലൂടെയും സമാധാനത്തിനായി ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സംഘർഷം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് ഇരുവശത്തു നിന്നുമുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ സഞ്ചരിക്കുകയും വേണം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.